വെൽക്കം ടു ദ ക്ലാസ്. ഇന്ത്യൻ പീനൽ കോഡ് എന്നുള്ള വീഡിയോ സീരീസിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അൺലോഫുൾ അസംബ്ലി എന്നുള്ള കൺസെപ്റ്റിനെ പറ്റിയിട്ടും അൺലോഫുൾ അസംബ്ലി എങ്ങനെയാണ് ഒരു ഒഫൻസ് ആവുന്നത്, ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം ഒരു ക്രൈം ആവുന്നത് എന്നുമാണ്. ഓക്കെ, അപ്പോ നമുക്ക് നോക്കാം. യെസ്, ഈ വീഡിയോയിൽ നമ്മൾ സെക്ഷൻ 141, 142, 143 ഈ 3 സെക്ഷൻസ് മാത്രമാണ് ഡിസ്കസ് ചെയ്യണത്. അപ്പോൾ ഇതിൽ എന്താ പറയണത്, അൺലോഫുൾ അസംബ്ലി എന്താണ് അതിനുള്ള പണിഷ്മെന്റ്, ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. ഇനി അത് കഴിഞ്ഞിട്ട് വരുന്ന സെക്ഷൻസിൽ അൺലോഫുൾ അസംബ്ലിയിൽ ജോയിൻ ചെയ്തതിന് ശേഷം ചെയ്യുന്ന കുറ്റങ്ങളും അവയ്ക്കുള്ള പണിഷ്മെന്റും പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് ഒരു ഭാഗത്ത് റയറ്റിംഗ്, അതായത് അൺലോഫുൾ അസംബ്ലിയുടെ തന്നെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടുള്ള റയറ്റിംഗിനെ കുറിച്ചുമാണ് പറയുന്നത്. അപ്പൊ അൺലോഫുൾ അസംബ്ലി എന്നുള്ളത് ഒഫൻസസ് എഗെയിൻസ്റ്റ് പബ്ലിക് ട്രാങ്ക്വിലിറ്റി എന്നുള്ള ചാപ്റ്ററിൽ വരുന്നതാണ്. അതിൽ ഈ അൺലോഫുൾ അസംബ്ലിയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളെ 3 ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ആദ്യത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അൺലോഫുൾ അസംബ്ലി എന്ന് പറഞ്ഞാൽ അതൊരു അസംബ്ലിയാണ്. നമുക്കറിയാം, അസംബ്ലി എന്ന് പറഞ്ഞാൽ എന്താ, ആളുകൾ കൂട്ടം ചേരുകയാണ്. എത്ര ആളുകൾ? 5 or more persons, അതായത് 5ഓ 5ൽ കൂടുതലോ ആളുകൾ ഒന്നിച്ചു ചേർന്നാൽ മാത്രമാണ് ആ അസംബ്ലി ഒരു അൺലോഫുൾ അസംബ്ലി ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് 5ഓ 5ൽ കൂടുതലോ ആളുകൾ. അപ്പൊ 4 ആളുകളാണെങ്കിൽ ഈ കുറ്റം അവിടെ വരില്ല. ഓക്കെ, അപ്പൊ 5ഓ 5ൽ കൂടുതൽ ആളുകളോ വിത്ത് എ കോമൺ ഒബ്ജക്ട്, അതായത് പൊതുവായിട്ട് ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഒന്നിച്ചു ചേരുന്ന 5ഓ 5ൽ കൂടുതൽ ആളുകളോ. ഇനി അങ്ങനെ ചേർന്നത് കൊണ്ട് കുഴപ്പമില്ല. എപ്പോഴാണ് അത് കുഴപ്പമാവണത്? അതായത് അവരുടെ ഈ കോമൺ ഒബ്ജക്റ്റ് അൺലോഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ മാത്രമാണ്. ഓക്കെ, എന്താവാം ഈ കോമൺ ഒബ്ജക്റ്റ്? ഓവറേവ് ഓർ ഷോ ക്രിമിനൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ, അതായത് ക്രിമിനൽ ഫോഴ്സ് എന്താണ് എന്നതിനെ കുറിച്ച് ഇതിന് തൊട്ട് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അഥവാ അത് കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ക്രിമിനൽ ഫോഴ്സ് എന്താണെന്ന് മനസ്സിലാവും. അപ്പൊ ക്രിമിനൽ ഫോഴ്സ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള ഫോഴ്സ് ഉപയോഗിക്കുക. ഓക്കെ, ആ ഫോഴ്സ് ഉപയോഗിക്കുന്നത് ഒരാളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട്, അയാളുടെ കൺസെന്റ് ഇല്ലാണ്ട് അയാൾക്ക് ഇഞ്ചുറി ഉണ്ടാവും എന്ന് അറിഞ്ഞുകൊണ്ട് അയാളുടെ ദേഹത്ത് അത്തരത്തിലുള്ള ഫോഴ്സ് ഉപയോഗിക്കുന്നതിനെയാണ് ക്രിമിനൽ ഫോഴ്സ് എന്ന് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, അപ്പോ ഓവറേവ് ഓർ ഷോ, അതായത് ഒന്നുകിൽ നിങ്ങൾ ക്രിമിനൽ ഫോഴ്സ് ഉപയോഗിച്ചിട്ട്, അതായത് അങ്ങനെയുള്ള ഒരു ഫോഴ്സ് ഉപയോഗിച്ച് നിങ്ങൾ ഒരാളെ കീഴ്പ്പെടുത്തുകയോ, ഇനി കീഴ്പ്പെടുത്തുന്നില്ല, നിങ്ങൾ ഈ ഫോഴ്സ് ഉപയോഗിക്കുമെന്ന് കാണിക്കുക വഴി തന്നെ പലപ്പോഴും നമുക്ക് ആളുകളെ ഭയപ്പെടുത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആർക്കെതിരെയാണ്? നമ്മൾ ആർക്കെതിരെയാണ് ഈ ഫോഴ്സ് കാണിക്കുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത്? ഗവൺമെന്റ്, പാർലമെന്റ്, ലെജിസ്ലേച്ചർ, അതായത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, അതൊന്നും അല്ലെങ്കിൽ ഏതെങ്കിലും പബ്ലിക് സർവന്റ്, ഇവർക്ക് ആർക്കെങ്കിലും എതിരെയാണ് നമ്മൾ ഈ ഫോഴ്സ് ഉപയോഗിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? റെസിസ്റ്റ് എക്സിക്യൂഷൻ ഓഫ് ലോ ഓർ ലീഗൽ പ്രോസസ്. ഓക്കെ, അത് പ്രധാനപ്പെട്ടതാണ്. അതായത് അൺലോഫുൾ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നതിനെ ആളുകൾ കൂട്ടം കൂടി തടഞ്ഞാൽ അത് അൺലോഫുൾ അസംബ്ലി ആവില്ല. ചെയ്യുന്ന കാര്യം ലീഗലാണ്, അതായത് പോലീസ് വന്ന് ഒരാളെ അറസ്റ്റ് ചെയ്യണം, പോലീസിനെ അറസ്റ്റ് ചെയ്യാനുള്ള വാറണ്ട് കയ്യിലുണ്ടെങ്കിൽ അതൊരു ലീഗൽ പ്രോസസ്സാണ്, അല്ലെ? അപ്പൊ ആൾക്കാർ കൂട്ടം കൂടിയിട്ട് അതിനെ തടഞ്ഞാൽ അത് അൺലോഫുൾ അസംബ്ലിയാണ്. ഓക്കെ, ഇനിയോ, ഈ ക്രിമിനൽ ഫോഴ്സ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഒബ്റ്റെയിൻ പൊസഷൻ ഓഫ് പ്രോപ്പർട്ടി, ഏതെങ്കിലും പ്രോപ്പർട്ടിയുടെ പൊസഷൻ നിങ്ങൾ കൈയടക്കുക. അതായത് ഒരാളുടെ വീട്ടിലേക്ക് നിങ്ങൾ കൂട്ടമായി ചെന്ന് അവിടെയുള്ള ആളുകളെയൊക്കെ പുറത്താക്കി അത് നിങ്ങളുടെയാണെന്ന് സ്ഥാപിക്കുക, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ആണെന്ന് സ്ഥാപിച്ചാലും മതി. പക്ഷെ ഒബ്റ്റെയിൻ പൊസഷൻ ഓഫ് പ്രോപ്പർട്ടി. ഓക്കെ, പിന്നെയോ ഡിപ്രൈവ് ഇൻകോർപ്പറൽ റൈറ്റ്, അതായത് നിങ്ങൾ പൊസഷൻ എടുക്കണം എന്നില്ല, അവിടെയുള്ള ആളുകൾക്ക് അത് എക്സർസൈസ് ചെയ്യാനുള്ള അവകാശം നിങ്ങൾ എടുത്തു കളയാണ്. ഓക്കെ, അത് മറ്റുള്ളവരെ ഉപയോഗിക്കാൻ സമ്മതിക്കാതിരിക്കുക. ഇനി എൻഫോഴ്സ് എനി റൈറ്റ്, അതുമാവാം, അതായത് നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഒരു അവകാശം, അത് സപ്പോസ്ഡ് റൈറ്റും ആവാം, ശരിക്കുള്ള റൈറ്റ് ആവാം, സപ്പോസ്ഡ് റൈറ്റ് ആവാം. പക്ഷെ അത് നിയമം മൂലമല്ലാതെ, അതായത് എനിക്ക് എന്റെ വീട്ടിൽ കയറാൻ അവകാശമുണ്ട്,
ഓക്കെ. പക്ഷേ ഞാൻ ആളെ കൂട്ടി വന്ന് ഇടിച്ചു കയറി ബഹളം ഉണ്ടാക്കിയല്ലല്ലോ അത് ചെയ്യേണ്ടത്. നിയമപ്രകാരം എനിക്കതിന് അവകാശമുണ്ട്. അപ്പൊ നിയമത്തിന്റെ വഴി സ്വീകരിക്കാതെ ഞാൻ ആൾക്കാരെ കൂട്ടി ഇടിച്ചു കൊണ്ടുവരാൻ പലപ്പോഴും ചിലപ്പോൾ എനിക്ക് റൈറ്റ് ഉണ്ടാവില്ല അവിടെ കയറാൻ. ഞാൻ റൈറ്റ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് കയറുകയാണ്. അങ്ങനെയൊക്കെ ചെയ്യുന്നത് ക്രിമിനൽ ഫോഴ്സ് ഉപയോഗിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അതും അൺലോഫുൾ അസംബ്ലി ആണ്. ഓക്കെ. ഇനി അതല്ലെങ്കിൽ ക്രിമിനൽ ഫോഴ്സ് ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും ഒരാളെ നിർബന്ധിച്ച് ഒരു കാര്യം ചെയ്യിക്കുക. ആ കാര്യം ചെയ്യാൻ അയാൾക്ക് ഒരു ഉത്തരവാദിത്വവും ഇല്ലാതിരിക്കണം. അയാൾ ചെയ്യേണ്ട കാര്യമല്ല, അയാളെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിക്കുക. തിരിച്ചുമാവാം, അയാൾ ചെയ്യേണ്ട കാര്യമാണ്, അയാളെ ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ഓഫീസർ ഗവൺമെന്റ് ഓഫീസിലേക്ക് എൻറ്റർ ചെയ്യുമ്പോൾ അയാളെ തടയുക, അതായത് അയാൾ ചെയ്യേണ്ട ജോലി ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക. ഓക്കെ. ഇത്രയുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതാണ് നിങ്ങളുടെ കോമൺ ഒബ്ജക്റ്റ്. നിങ്ങൾ അഞ്ചോ അഞ്ചിൽ കൂടുതൽ ആളുകളോ ഒന്നിച്ചാണ് ഇത് ചെയ്യുന്നത് എങ്കിൽ അതിനെയാണ് സെക്ഷൻ 141 പ്രകാരം അൺലോഫുൾ അസംബ്ലി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു അസംബ്ലി അഞ്ചോ അഞ്ചിൽ കൂടുതലോ ആളുകളുണ്ട്, അവരുടെ കോമൺ ഒബ്ജക്റ്റ് ക്രിമിനൽ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഗവൺമെന്റിനെതിരെയോ പാർലമെന്റിനെതിരെയോ ലെജിസ്ലേച്ചറിനെതിരെയോ ഏതെങ്കിലും പബ്ലിക് സർവന്റിനെതിരെയോ ഇത്തരത്തിൽ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ബലമായിട്ട് ഒരു ലീഗൽ പ്രോസസ്സിനെ തടഞ്ഞു വെക്കുകയോ പ്രോപ്പർട്ടി അക്വയർ ചെയ്യുകയോ ഏതെങ്കിലും റൈറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുകയോ ആരെയെങ്കിലും ഒരു കാര്യം ചെയ്യാനോ ചെയ്യാതിരിക്കാനോ നിർബന്ധിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് അൺലോഫുൾ അസംബ്ലി എന്ന് സെക്ഷൻ 141 പറയുന്ന കുറ്റമാണ്. ഓക്കെ. അൺലോഫുൾ അസംബ്ലി കുറ്റമാവുന്നത് സെക്ഷൻ 142 എപ്പോ? അതായത് അഞ്ചാളോ അതിൽ കൂടുതൽ ആളുകളോ ഒന്നിച്ച് ചേർന്നാൽ ഉടനെ തന്നെ അതൊരു അൺലോഫുൾ അസംബ്ലി ആവില്ല. കാരണം ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു ലോഫുൾ അസംബ്ലി ആണെങ്കിൽ പോലും പിന്നീട് അവരുടെ ഇന്റൻഷൻ, ഒബ്ജക്റ്റീവ്, അവരുടെ പെരുമാറ്റം ഒക്കെ മാറുകയാണെങ്കിൽ ലോഫുൾ ആയിട്ടിരുന്ന ഒരു അസംബ്ലി അൺലോഫുൾ അസംബ്ലി ആയി മാറാം. ഓക്കെ. അപ്പോ ഇതിലുള്ള മെമ്പേഴ്സ്, അപ്പൊ അഞ്ചോ അഞ്ചിൽ കൂടുതലോ ഉള്ള ഈ മെമ്പേഴ്സ്, അതായത് തങ്ങൾ ഒരു അൺലോഫുൾ അസംബ്ലിയുടെ ഭാഗമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ആ അസംബ്ലിയിൽ ചേരുകയോ അല്ലെങ്കിൽ ആ അസംബ്ലിയിൽ തുടരുകയോ ചെയ്യുകയാണെങ്കിൽ, അതായത് ജോയിൻ ചെയ്ത സമയത്ത് അങ്ങനെ ഒരു ഇന്റൻഷൻ ഉണ്ടായിരുന്നില്ല, പക്ഷെ ഉദ്ദേശം മാറി, നമ്മൾ ക്രിമിനൽ ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ് ചെയ്യാൻ പോണേ എന്ന് അറിഞ്ഞിട്ടും അസംബ്ലിയിൽ നിന്ന് പിന്മാറാതെ അതിൽ തുടരുകയോ ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, അതാണ് ശരിക്കുള്ള ഒഫൻസ്. ഒരു അൺലോഫുൾ അസംബ്ലി ഉണ്ടാവുക, നിങ്ങൾ അതിൽ മെമ്പർ ആയിരിക്കുക എന്നതാണ് കുറ്റം. ഓക്കെ. അപ്പൊ സെക്ഷൻ 142 പറയുന്നത് ബീയിങ് എ മെമ്പർ ഓഫ് ആൻ അൺലോഫുൾ അസംബ്ലി ഇസ് ആൻ ഒഫൻസ്. ഓക്കെ. ഇനി എന്തായിരിക്കും പണിഷ്മെന്റ്? സെക്ഷൻ 143 പറയുന്നത് ഒരു അൺലോഫുൾ അസംബ്ലിയിൽ മെമ്പർ ആയിരിക്കുക എന്നത് മാത്രം മതി. ഈ അൺലോഫുൾ അസംബ്ലി എന്തെങ്കിലും കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ പോലും ആ അസംബ്ലിയിൽ മെമ്പർ ആയിരുന്നാൽ തന്നെയും ആ കുറ്റത്തിന് നിങ്ങൾക്ക് ഇംപ്രിസൺമെന്റ്, അതായത് തടവ് ശിക്ഷ, അത് സാധാരണ തടവാവാം കഠിന തടവാവാം, കിട്ടാവുന്ന ഒരു കുറ്റമാണ്. 6 മാസം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന ഒരു കുറ്റമാണ് ബീയിങ് എ മെമ്പർ ഓഫ് അൺലോഫുൾ അസംബ്ലി. ഓക്കെ. ഇവിടെ അൺലോഫുൾ അസംബ്ലിയിൽ ചേർന്നതിന് ശേഷം അവർ പ്രത്യേകിച്ച് കുറ്റമൊന്നും ചെയ്തില്ല, പക്ഷെ അൺലോഫുൾ ആയി. എന്തുകൊണ്ട്? അവരുടെ ഇന്റൻഷൻ ക്രിമിനൽ ആയിരുന്നു. അത്രയും ആയാൽ തന്നെ ബീയിങ് എ മെമ്പർ ഓഫ് അൺലോഫുൾ അസംബ്ലി എന്ന കുറ്റം നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് 6 മാസം വരെ തടവ് ശിക്ഷ ലഭിക്കാം. തടവ് ശിക്ഷയോ ഫൈനോ രണ്ടും ചേർന്നതോ ലഭിക്കാവുന്ന കുറ്റമായി. അപ്പൊ ഇത്രയുമാണ് സെക്ഷൻ 141, 142, 143. ഇതിൽ നിന്ന് നമുക്ക് ഇത്ര മാത്രമാണ് മനസ്സിലായത്. അൺലോഫുൾ അസംബ്ലി എന്താണ്, അൺലോഫുൾ അസംബ്ലിയിൽ മെമ്പർ എന്ന് പറഞ്ഞാൽ അത് എപ്പോഴാണ്, ഈ അൺലോഫുൾ അസംബ്ലിയിലെ മെമ്പർ ആവുന്നതിനുള്ള പണിഷ്മെന്റ് എന്താണ്. ഓക്കെ. ഇനി സെക്ഷൻ 144 മുതൽ 147 വരെ സ്പെസിഫിക് ആയിട്ട് അൺലോഫുൾ അസംബ്ലിയിൽ ചേർന്നതിന് ശേഷം ചെയ്യുന്ന കുറ്റങ്ങളും അവയ്ക്കുള്ള പണിഷ്മെന്റുമാണ്. അത് ഇനി അടുത്ത വീഡിയോയിൽ, അത് കഴിഞ്ഞിട്ടുള്ള സെക്ഷൻസ് തൊട്ടടുത്ത വീഡിയോയിൽ. ഓക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ പ്ലീസ് മേക്ക് യൂസ് ഓഫ് മൈ കമന്റ് ബോക്സ്. ഐ എം റിയലി ഹാപ്പി ടു ഹെൽപ്പ്.